ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ സ്റ്റോറീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തേങ്ങാച്ചോറിന്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ സാധാരണ നാടൻ രീതിയിലൊക്കെ തേങ്ങാച്ചോറ് ഉണ്ടാക്കാറില്ലേ, പക്ഷെ ഇതിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡേൺ വേർഷൻ ആണ് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്നത്. അതുപോലെ തേങ്ങയൊക്കെ ചിരവിയിട്ടും ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കോമ്പിനേഷനായി കൊടുത്തിട്ടുള്ളത് നാടൻ ചിക്കൻ വരട്ടിയതാണ്. എന്നാൽ സാധാരണ നാടൻ ചിക്കൻ വരട്ടിയതല്ല, അതിലും കുറച്ച് വ്യത്യസ്തത വരുത്തിയിട്ടുണ്ട്. അപ്പൊ രണ്ടും നല്ല കോമ്പിനേഷൻ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 കപ്പാണ് കേട്ടോ. 250 ml കപ്പിന് 2 കപ്പ്. അപ്പോൾ സെല്ലയുടെ വൈറ്റ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ സെല്ല തന്നെ വേണമെന്നില്ല, സാധാരണ ബസ്മതി റൈസ് ആയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞാണ് ഞാനിപ്പോൾ ഈ റൈസ് ഇവിടെ എടുത്തിട്ടുള്ളത്. 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള തേങ്ങയുടെ അരമുറി തേങ്ങ ചിരവിയതിന് ശേഷം അതിലോട്ട് 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തു. അതിനുശേഷം അതിലെ പാല് പിഴിഞ്ഞെടുത്തതാണ് ഈ 1-ാം പാല്. അപ്പോൾ ഇത് 1 കപ്പ് 1-ാം പാലാണ്. അപ്പോൾ ഈ പാല് നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള തേങ്ങയിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിൽ നിന്ന് പാലെടുത്തതാണ് ഇത്. അപ്പോൾ ഇത് 2 കപ്പ് തേങ്ങാപ്പാലാണ്, 2-ാം പാല്. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും നോക്കണമെന്നില്ല, മൊത്തത്തിൽ 3 കപ്പ് പാലെടുത്താലും മതി. 1-ാം പാല് 2-ാം പാല് അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഒരു 3 കപ്പ് തേങ്ങാപ്പാൽ വെള്ളം കൂടി ചേർത്തിട്ട് എടുത്താലും മതി. അപ്പോൾ 2 കപ്പ് ബസ്മതി റൈസിന് 3 കപ്പ് പാലാണ് വേണ്ടത്, തേങ്ങാപ്പാല്. സാധാരണയായിട്ട് തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് പുഴുങ്ങലരി കൊണ്ടാണ്. എന്നാൽ ഇതിപ്പോൾ നമ്മൾ ബസ്മതി റൈസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സ്പെഷ്യലുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റൈസാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വെളിച്ചെണ്ണയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. റൈസ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നല്ല സോഫ്റ്റ് ആവുന്നതിനും വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഇനിയിപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിന് മുമ്പ് റൈസ് കുക്കറിൽ മലപ്പുറം സ്റ്റൈലിൽ എങ്ങനെയാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം, വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നത് വരെ. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ തേങ്ങാപ്പാലും റൈസൊക്കെ ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തേങ്ങാച്ചോറ് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന്, പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ നല്ല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായപ്പൊടി. പിന്നെ 2 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരവിയതാണ്. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു 1.5 കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ തേങ്ങ പെട്ടെന്ന് റോസ്റ്റായി കിട്ടിക്കോളും. ഒരു ഇളം ബ്രൗൺ ആയാൽ മതി കേട്ടോ, ഒത്തിരി ഒന്നും ഡാർക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കണം കേട്ടോ. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ തേങ്ങാച്ചോറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അധികമൊന്നും വേണ്ട, 1 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തേങ്ങയൊക്കെ ഓൾറെഡി ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. റൈസ് വേവാൻ വെച്ച സമയത്ത് തന്നെയാണ് ഞാൻ തേങ്ങയ്ക്ക് ഇവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ റൈസിലെ വെള്ളമൊക്കെ ഇവിടെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോഴും ചെറുതായിട്ടൊരു ജലാംശമൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഈ സമയത്ത് വേണം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ.
മിക്സ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി. പിന്നെ ഗാർണിഷ് ചെയ്യാനുള്ള തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കാം കേട്ടോ. അപ്പം ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിലിട്ടൊന്ന് ആവി കൊള്ളിച്ചെടുക്കണം. റൈസൊക്കെ ഇപ്പോൾ ഓൾറെഡി ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൈസൊക്കെ ഇവിടെ നല്ലൊരു ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. റൈസ് ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, വിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതുകൊണ്ട് തന്നെ റൈസ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അധികം സമയമൊന്നും വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ സെല്ല ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തത്. സാധാരണ ബസ്മതി റൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ കുതിർത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ റൈസ് നല്ലൊരു ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ തേങ്ങാച്ചോറിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചിക്കൻ റോസ്റ്റാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ ചെറിയുള്ളിയാണ്. ഇതിലേക്ക് നമ്മൾ സവാളയൊന്നും ചേർക്കുന്നില്ല. ഞാനൊരു വലിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു വെളുത്തുള്ളിയുടെ അല്ലിയും പിന്നെ ഒരു 1/2 കപ്പ് ചെറിയുള്ളിയും ചതച്ചെടുത്തതാണ്. പേസ്റ്റ് ആക്കരുത് കേട്ടോ, അതുപോലെ ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മളിതിലോട്ട് സവാളയോ തക്കാളിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. സവാളയും തക്കാളിയും ഒന്നും ചേർക്കാത്തൊരു വെറൈറ്റി ചിക്കൻ റോസ്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കുന്നത്. പിന്നെ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 2 പച്ചമുളക് നെടുകെ കീറിയതാണ്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകവും 1/4 ടേബിൾ സ്പൂൺ കുരുമുളകും ചതച്ചെടുത്തതാണ് കേട്ടോ, പൊടിച്ചതല്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിൽ നിന്ന് പകുതി ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഇതിലോട്ട് സ്പൈസസ് ആയിട്ട് ചേർക്കുന്നുള്ളത് കറുവപ്പട്ട മാത്രമാണ് കേട്ടോ. ഇതിലേക്ക് ചിക്കൻ കറി പൗഡർ ചേർക്കുന്നില്ല, അതുപോലെ ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ 3 കഷ്ണം പട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 1 ഇഞ്ച് കനത്തുള്ളതൊക്കെ ആണെങ്കിൽ അതായാലും മതി. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പം ഇനി പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഞാൻ ചിക്കനിലെ വെള്ളം എല്ലാം വാർത്ത് കളഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ടത്. ഇപ്പോൾ ചിക്കനിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. നമ്മൾ തക്കാളി ചേർക്കുന്നില്ല, അപ്പോൾ അതിന് പകരമായിട്ട് പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരിയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ചിക്കനിലേക്ക് വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ അത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ, നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ. അതിനുശേഷം നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അടപ്പൊക്കെ ഒന്ന് തുറന്നതെന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചിക്കൻ വെന്തതിന് ശേഷം വേണം കേട്ടോ നമുക്കിത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ചിക്കനൊക്കെ ഇപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ചിക്കൻ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർക്കുന്നത്. പിന്നെ നല്ലൊരു ഫ്ലേവറും ആണ്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണ്ട കേട്ടോ. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വലിയ ജീരകവും അതുപോലെ കുരുമുളകും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പുതിനയിലയും മല്ലിയിലയാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1/2 കപ്പോളം മല്ലിയില അതുപോലെ 1/4 കപ്പോളം പുതിനയിലയും ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കൂടി ചേർക്കണം. അപ്പോൾ സാധാരണ ചിക്കൻ റോസ്റ്റിൽ നിന്ന് നമ്മുടെ ചിക്കൻ റോസ്റ്റിനെ വ്യത്യസ്തമാക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് കേട്ടോ അത്. പിന്നെ ഒരു 3-4 തണ്ട് കറിവേപ്പിൻ്റെ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റിൽ മല്ലിയില, പുതിനയില, കസൂരി മേത്തി, കറിവേപ്പിൻ്റെ കുറച്ച് കൂടുതലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അരികിലൂടെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ, അല്ലെങ്കിൽ ചിക്കനൊക്കെ ഉടയാൻ സാധ്യത ഉണ്ട്. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്.
ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലോട്ടൊരു ടീസ്പൂൺ പഞ്ചസാരയൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ചിക്കൻ കറി എന്നല്ല, നമ്മൾ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും അതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ റോസ്റ്റാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളം വറ്റിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തേങ്ങാച്ചോറിലേക്ക് കോമ്പിനേഷനായിട്ട് ഗ്രേവിയോട് കൂടിയുള്ള ചിക്കനാണ് താല്പര്യമെങ്കിൽ നമുക്കിങ്ങനെ വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കറിയായിട്ട് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചിക്കനിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിൽ ചേർത്ത വെളിച്ചെണ്ണയും നെയ്യും മാത്രമാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഈ സമയം വരെ നമ്മളിതിൽ വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെയാണ് ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ വറ്റിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്കിത് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് കണ്ടില്ലേ, വെന്തുടഞ്ഞിട്ടൊന്നുമില്ല, നല്ല പാകത്തിന് വെന്തിട്ടുമുണ്ട്. പിന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ ചിക്കന്. നമ്മൾ വിനാഗിരിയും അതുപോലെ നെയ്യും ചേർത്തതുകൊണ്ടാണ് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാച്ചോറ് ഇളക്കി കൊടുത്തിട്ട് വേണം സെർവ് ചെയ്യാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്കിത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ആദ്യം നമുക്കൊരു ബൗളിലോട്ട് തേങ്ങാച്ചോറ് വിളമ്പാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഒന്ന് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ചിക്കൻ റോസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് തേങ്ങാച്ചോറും ചിക്കൻ റോസ്റ്റും അതിൻ്റെ കൂടെ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റൈസും അതുപോലെ നല്ലൊരു ചിക്കൻ റോസ്റ്റുമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറും ചിക്കൻ റോസ്റ്റും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതിനു മുമ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്